രാജീവ് ചന്ദ്രശേഖരനും ഇ.പി. ജയരാജനും തമ്മിൽ വലിയ ബിസിനസ് ബന്ധമുണ്ട് എന്നുള്ളൊരു ആരോപണം UDF ഉന്നയിക്കുകയാണ്. അതായത് പത്മജ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയതോടെ വലിയ പ്രതിരോധത്തിലാകുന്നത് നമ്മൾ കണ്ടു കോൺഗ്രസ്. അപ്പോൾ അതിനെ ടാക്കിൾ ചെയ്യാൻ പലതരത്തിലുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നടത്തുന്നുണ്ട്. അതിൽ പെട്ട ഒരു ആരോപണമായിരുന്നു ഈ ഇ.പി. ജയരാജനും LDF കൺവീനർ ഇ.പി. ജയരാജനും BJPയുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനും തമ്മിൽ വലിയ ബിസിനസ് ബന്ധമുണ്ട് എന്നുള്ളൊരു ആരോപണം. അത് ഈ കണ്ണൂരിലെ വൈദേകം റിസോർട്ടിൽ ഇ.പിയുടെ ഭാര്യയ്ക്ക് ഷെയറുണ്ട്. ആ റിസോർട്ടിൽ കാര്യമായ ബന്ധം രാജീവ് ചന്ദ്രശേഖരനുമുണ്ട് എന്നുള്ള കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇങ്ങനെ ഒരു ആരോപണം ഉയർത്തുന്നത്. അത് സാധാരണഗതിയിൽ കോൺഗ്രസിനകത്ത് ഒരു നേതാവ് ഒരു ആരോപണം ഉയർത്തിക്കഴിഞ്ഞാൽ അത് മറ്റുള്ള നേതാക്കൾ ഏറ്റുപിടിക്കാതിരിക്കുന്ന ഒരവസ്ഥ കാണാറുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. രമേശ് ചെന്നിത്തല ഒപ്പം K. സുധാകരനും ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ ഇത് ഏറ്റെടുക്കുന്നത് കണ്ടു. പക്ഷേ ഇന്നലെ രാജീവ് ചന്ദ്രശേഖരനും ഒപ്പം ഇ.പിയും ഒക്കെ അത് നിഷേധിക്കുന്നത് നമ്മൾ കാണുകയാണ്. ഇ.പി പറഞ്ഞ് അങ്ങനെ ഒരു ബിസിനസ് ബന്ധമുണ്ടെന്ന് തെളിയിക്കുകയാണെങ്കിൽ ആ ബിസിനസ്സൊക്കെ VD സതീശൻ്റെ പേരിൽ എഴുതി വെച്ച് കൊടുക്കാം എന്ന് ഇദ്ദേഹം ഇ.പി പറയുന്നു. രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞാൽ ഇ.പി ഇതുവരെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം കോൺഗ്രസ് ഗൗരവതരത്തിൽ ഉന്നയിക്കുമ്പോൾ അത് എത്ര കണ്ട് നിൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ അവസാനമായി ചർച്ച ചെയ്യുന്നത്. അജിംസ് എന്ത് തോന്നിയ ആരോപണം? അത് കോൺഗ്രസിന് അതിന്മേൽ പിടിച്ചു നിൽക്കാൻ കഴിയും? അതിന് പറ്റിയ തെളിവുകളൊക്കെ ഉണ്ടോ? കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ പരസ്പരം ബിസിനസ് ഡീലൊക്കെ ഉണ്ട്. അത് നമുക്കറിയാവുന്നതും അറിയാത്തതുമായ ബിസിനസ് ഡീലുകൾ ഇരു മുന്നണികളിലുള്ള നേതാക്കന്മാരുടെ തമ്മിൽ പരസ്പരമുണ്ട്. ഈ മൂന്നാറിൽ ഭൂമി കൈയേറ്റം വലിയ ചർച്ചയായ സമയത്ത് വട്ടവട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. വട്ടവട, മൂന്നാറിൽ. വട്ടവട എന്ന് പറഞ്ഞാൽ യൂക്കാലി പ്ലാന്റേഷനുകളാണ്, യൂക്കാലി അക്കേഷ്യ പ്ലാന്റേഷനുകളാണ്. അപ്പം ചുളു വിലയ്ക്ക് അവിടെ ഇങ്ങനെ ഭൂമി കിട്ടുന്നതുകൊണ്ട് ഇവരൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഭൂമി വാങ്ങിയിട്ടിട്ട് ഈ അക്കേഷ്യ വളർത്തും. അത് വളരെ പെട്ടെന്ന് വളരും. അക്കേഷ്യ യൂക്കാലിയൊക്കെ പെട്ടെന്ന് വളരും, മുറിച്ച് വിൽക്കും. അങ്ങനെ ഭൂമി ഇപ്പോൾ നമ്മൾ ചെന്നിട്ട് അതിൽ ആരൊക്കെ അതിൻ്റെ ഉടമസ്ഥ നോക്കുമ്പോൾ എല്ലാവരും ഉണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും പ്രധാനപ്പെട്ട ആൾക്കാർക്കൊക്കെ അവിടെ ഭൂമിയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് മൂന്നാറിൽ ഈ ഭൂമി തിരിച്ചെടുക്കാൻ പറ്റാതെ നോക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ട് അവിടെ ഭൂമി. ആരുടെ അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എന്ത് ചെയ്യും? പരസ്പരം ഒരു സഹകരണം മുന്നണികൾക്ക് അതീതമായി. അതിൽ BJP ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ BJP നേതാക്കൾക്കും ബിസിനസ് താല്പര്യങ്ങളുണ്ട്. ഇപ്പോൾ പാലക്കാട് കഞ്ചിക്കോട് പല വ്യവസായശാലകളുടെയും സൈലൻറ്റ് ഡയറക്ടർമാരായിട്ട് BJP നേതാക്കന്മാരുണ്ട്. അവർക്ക് കൃത്യമായി ലാഭവിഹിതം അക്കൗണ്ടിലേക്ക് വരും. സൈലൻ്റ് ആയിരിക്കും, അവരതിൽ കാര്യമായിട്ട് ഇടപെടുന്നില്ല. അങ്ങനെയുള്ള നേതാക്കന്മാരുണ്ട്. അതൊരു 20 വർഷം മുമ്പ് സൈക്കിൾ ചവിട്ടി ഒരു DTP സെൻറ്റർ നടത്തിയിരുന്ന ഒരു BJP പ്രവർത്തകനായിരുന്ന ഒരാൾ ഇന്ന് BJPയുടെ സംസ്ഥാന സെക്രട്ടറി, ഇന്ന് ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമാണ്. അത് പാലക്കാട്ടെ ആളുകൾ പറയും എന്തൊരു വളർച്ചയായിരുന്നു അദ്ദേഹത്തിൻ്റെ. കാരണം വെച്ചാൽ സൈക്കിൾ പൊട്ടിപ്പോയിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അയാൾ ഇന്ന് എന്താണ് കാറിൽ നടക്കുന്നു, വലിയ വ്യവസായ സ്ഥാപനങ്ങൾ ഡയറക്ടർഷിപ്പൊക്കെ ഉള്ള ആളാണ്, പൈസ ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഈ വളർച്ചയാണ്. അപ്പോൾ പരസ്പരം ഇവരെന്ത് ചെയ്യും? പരസ്പരം ആക്രമിക്കില്ല. നമ്മൾ പാലക്കാട് എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. പാലക്കാട് എന്തൊക്കെ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചാലും ഇത്തരം കാര്യങ്ങളിൽ അവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപം ഉന്നയിക്കില്ല. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ ഇ.പി. ജയരാജൻ്റെ ഭാര്യയും മകനും ഡയറക്ടർമാരായിട്ടുള്ള ഒരു റിസോർട്ട് അവിടെ പണിത് വരുന്നു. അവിടെ ആ റിസോർട്ട് പണിയുമ്പോൾ ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്തത് നമ്മളാണ്. കാരണം ഒരു കുന്നിടിച്ചാണ് ആ സാധനം ഉണ്ടാക്കിയത്. അപ്പോൾ ആന്തൂർ നഗരസഭയ്ക്കകത്ത് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അത് വരുന്നു. പിന്നീട് ഇത് വിഷയമായി വരുന്നപ്പോഴാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഉറവാണ്. ഇതിൻ്റെ സോഴ്സ് എവിടെയാണ് എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണ്. അതായത് 95 ലക്ഷം രൂപയാണ് കമ്പനി കാര്യ മന്ത്രാലയത്തിൽ കൊടുത്തിട്ടുള്ള കണക്ക് പ്രകാരം ഇവരുടെ ഷെയർ. 95 ലക്ഷം, 1 കോടി രൂപയുടെ അടുത്ത്. അത്ര വരുമാനം എങ്ങനെയാണ് ഉണ്ടായത് എന്ന ക്വസ്റ്റ്യൻ അന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞത് എന്താണ്? ഭാര്യ സഹകരണ ബാങ്കിലെ ജോലി റിട്ടയർ ആയപ്പോൾ കിട്ടിയ പെൻഷനും അതുപോലെ ഗ്രാറ്റുവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അത് അത്ര രൂപ ഉണ്ടാവും എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അങ്ങനെ പലതരം മറുപടികളുണ്ട്. അതൊക്കെ എത്ര ഉണ്ടാവും, 1 കോടിയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പലരും മറുപടി പറഞ്ഞിരുന്നു. ഓക്കെ, അത് കഴിയട്ടെ. ആ തർക്കം കെട്ടടങ്ങിയ തർക്കമാണ്. ഇ.പി. ജയരാജൻ്റെ ഭാര്യയ്ക്കും മകനും ഒരു റിസോർട്ടുണ്ട് എന്നുള്ളത് കെട്ടടങ്ങിപ്പോയൊരു തർക്കമാണ്. അതെല്ലാവരും മറന്നു പോയിരുന്നു. അതിനുശേഷം അവിടെ IT ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ ഒരു സെർച്ച് നടത്തുകയാണ്. അപ്പോൾ IT ഡിപ്പാർട്ട്മെൻറ്റ് സെർച്ച് നടത്തുന്നു. അതിനെപ്പറ്റിയുള്ള വാർത്തകൾ വരുന്നു. IT ഡിപ്പാർട്ട്മെൻറ്റ് സെർച്ച് നടത്തുന്ന വിഷ്വലടക്കം നമ്മുടെ അടുത്തുണ്ട്. മാസങ്ങൾക്കകം രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥതയുണ്ട്. രാജീവ് ചന്ദ്രൻ്റെ ഉടമസ്ഥത എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥതയുണ്ട് എന്ന് പറയപ്പെടുന്ന സ്ഥാപനങ്ങളൊന്നും അതിലൊന്നും അദ്ദേഹത്തിന് ഡയറക്ടർ അല്ല. അതൊരു വേറെ രീതിയിലാണ്. ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ധനകാര്യ സ്ഥാപനമുണ്ട്. ആ സ്ഥാപനം എന്ത് ചെയ്യുന്നു? ഇൻഡയറക്റ്റായിട്ട് അത്തരം സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് രാജീവ് ചന്ദ്രശേഖരൻ സ്വന്തമായി ഉടമസ്ഥതയുള്ളൊരു ന്യൂസ് ചാനൽ കേരളത്തിലുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അല്ല ന്യൂസ് ചാനൽ. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെവിടെ ഉണ്ടാവില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്ഥാപനമാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെയാണ്. അങ്ങനെയാണ് പറയാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് ആ ചാനൽ രാജീവ് ചന്ദ്രശേഖരൻ്റെയും BJPയുടെയും താല്പര്യം പ്രകടിപ്പിക്കുമെന്ന് വെച്ചാൽ അത് നമുക്കറിയില്ല. പക്ഷേ അങ്ങനെയാണത് പ്രവർത്തിക്കുന്നത്. ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന് പറയുന്ന സ്ഥാപനം വ്യത്യസ്ത സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനമാണ് നിരാമയ റിട്രീറ്റ്സ് എന്ന പേരുള്ളൊരു കമ്പനി. അവർക്ക് കേരളത്തിൽ തന്നെ 4 റിസോർട്ടുകളുണ്ട്. കുമരകത്തുനിന്നുണ്ടായിരുന്നു.
കുമരകത്ത് അദ്ദേഹത്തിൻ്റെ റിസോർട്ടിൽ ഭൂമി കയ്യേറിയെന്ന് പറഞ്ഞിട്ട് DYFI ഒരു കാലത്ത് സമരം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഇപ്പോൾ 3 ഉണ്ടായിരുന്നത്, 4മത്തെയായിപ്പോൾ നിരാമയ വൈദേകം റിസോർട്ട് റിട്രീറ്റ് എന്നാണ് ഇപ്പോൾ ഈ EP ജയരാജൻ്റെ ഭാര്യയുടെ മകൻ്റെ പേരിലുള്ള റിസോർട്ട് അറിയപ്പെടുന്നത്. അത് നേരത്തെ വൈദേകം റിസോർട്ട് എന്നായിരുന്നു പേര്. ഇവർ അതിലേക്ക് ഈ ജൂപ്പിറ്റർ ക്യാപിറ്റൽ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതോടുകൂടി അത് നിരാമയ വൈദേകം റിസോർട്ട് എന്ന് പേര് മാറ്റി. നമ്മൾ ബുക്ക് മൈ ട്രിപ്പൊക്കെ നോക്കുമ്പോൾ പേരങ്ങനെയാണ്, നിരാമയ വൈദേകം റിസോർട്ട് എന്നാണ്. അപ്പോൾ അത് ആരുടെയാണ്? നിരാമയ റിട്രീറ്റ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഭാര്യയായ അഞ്ജു ചന്ദ്രശേഖർ കൊണ്ടുവന്നൊരു ബ്രാൻഡാണ്. അതിൻ്റെ ബ്രാൻഡ് ലോഞ്ചിങ്ങിൽ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടായിരുന്നു, അഞ്ജു ചന്ദ്രശേഖർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവരുടെ ബ്രാൻഡാണ്. അവരുടെ ബ്രാൻഡായിട്ടുള്ള നിരാമയ വൈദേകം റിസോർട്ട് ഏറ്റെടുത്തതാണോ, ഇനി അതല്ല അവരെ മാനേജ്മെൻറ്റ് വല്ല ഏൽപ്പിച്ചതാണോ, അതല്ല ബ്രാൻഡ് ഷെയറിംഗ് ആണോ, ഇതൊന്നും നമുക്കറിയില്ല. നമുക്കതിനെക്കുറിച്ച് ഒരു വിവരമില്ല. പക്ഷെ നമുക്കിപ്പോൾ അറിയാവുന്നൊരു വസ്തുത, ആ റിസോർട്ടിൻ്റെ പേര്, അതായത് EP-യുടെ ഭാര്യയും മകനും തുടങ്ങിയ റിസോർട്ടിൻ്റെ പേരിപ്പോൾ നിരാമയ വൈദേകം എന്നാണ്. നമുക്കതിൽ നിന്ന് സാധാരണ രീതിയിൽ മനസ്സിലാക്കേണ്ടത് രണ്ടും ടൈപ്പാണ് എന്നാണ്, ബിസിനസ് ബന്ധമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇല്ലെങ്കിൽ അത് വിശദീകരിക്കേണ്ടത് EP ജയരാജനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബമാണ്. നമുക്ക് എത്ര അറിയാവുള്ളൂ. യഥാർത്ഥത്തിൽ ഇവിടെ പറ്റിയ അബദ്ധം എന്താണ്? ഏഷ്യാനെറ്റിന് കൊടുത്ത ഒരു ബൈറ്റിൽ EP ജയരാജൻ പറഞ്ഞു, കേരളത്തിൽ BJPയും LDFും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞു. ഒരു LDF കൺവീനർ എന്ന നിലയ്ക്ക് അദ്ദേഹം ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു വാക്കായിരുന്നു. അദ്ദേഹത്തിന് തന്നെ തെറ്റുപറ്റിയെന്ന് പിന്നെ പിണറായി വിജയനും MV ഗോവിന്ദനും അത് തിരുത്തുകയുണ്ടായി. അപ്പോൾ ഏഷ്യാനെറ്റിനെ പറ്റിയുള്ള ആരോപണം എന്താണ്? ഏഷ്യാനെറ്റ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുള്ള സ്ഥാപനമാണെന്നാണ്. അല്ല, ആ ചാനലിനോട് സംസാരിക്കുമ്പോഴാണ് പറയുന്നത് എന്ത് EP ജയരാജനും അല്ല BJPയും LDFും തമ്മിലാണ് മത്സരം എന്ന് പറയുന്നത്. അത് പിന്നീട് പിണറായി തിരുത്തിയെങ്കിലും അവിടെയാണ് കോൺഗ്രസ് അത് ഏറ്റെടുക്കുന്നത്. കോൺഗ്രസ് പോലും ഈ വിഷയം ഈ തെരഞ്ഞെടുപ്പ് ഉന്നയിച്ചിട്ടില്ല. പിന്നെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി കൊള്ളാം എന്ന് പറയുകയാണ്. അതിൽ നിന്ന് എന്താണ് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടത്? കോൺഗ്രസ് അതുവരെ ഈ നിരാമയോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറോ BJP CPM ഒന്നും ഉന്നയിച്ചിട്ടില്ല. ഇത് ഉന്നയിക്കുന്നത് എവിടെയാണ്? ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഉന്നയിക്കണ്ടേ? തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി കൊള്ളാം എന്ന് LDF കൺവീനർ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രതിപക്ഷം പറഞ്ഞു പിന്നെ കോൺഗ്രസ്സുകാർ എന്തിനു കൊള്ളാം? അതുകൊണ്ടാണ് ആ പാർട്ടി ഏറ്റെടുത്തത്. അത് യഥാർത്ഥത്തിൽ സ്ട്രാറ്റജിക്കലി ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി നോക്കുമ്പോൾ EP ജയരാജന് വ്യക്തിപരമായിട്ട് LDF കൺവീനർക്ക് വ്യക്തിപരമായിട്ട് പറ്റിയൊരു അബദ്ധമാണ്. വ്യക്തിപരമായി അദ്ദേഹത്തിന് തന്നെ ഡാമേജ് ഉണ്ടാകുന്നു, പാർട്ടിക്കും മുന്നണിക്കും ഡാമേജ് ഉണ്ടാകുന്ന ഒരു അബദ്ധമാണ്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് MV ഗോവിന്ദനും പിണറായി വിജയനും തിരുത്തിയത്. പക്ഷേ ആ തിരുത്തുകൊണ്ട് കാര്യമില്ല, അവരത് കണ്ടിന്യൂ തന്നെ ചെയ്യും. കാരണം ഇത് ഇവർ തമ്മിൽ ടൈപ്പ് ഉണ്ട് എന്ന വിവരം പുറത്തു വന്നു. അപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ടുകളുടെ പശ്ചാത്തലം കൂടി ഓർക്കണം. ഇലക്ട്രൽ ബോണ്ടുകൾ ഈ കമ്പനികൾ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി പാർട്ടികൾക്ക് സംഭാവന ചെയ്ത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് പുറത്തു വരുന്നത്? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നിരന്തരം റെയ്ഡ് നടത്തുക, ഇവർ ബോണ്ട് വാങ്ങിയിട്ട് പാർട്ടികൾക്ക് കൊടുക്കുക, EDയുടെ നടപടികൾ അവസാനിക്കുക. അതാണ് നടന്നുകൊണ്ടിരുന്നത്. ഇതേ സെയിം പാറ്റേണല്ലേ ഇവിടെ ഉണ്ടായത്. IT ഡിപ്പാർട്ട്മെൻറ്റ് നിരന്തരം അവിടെ റെയ്ഡ് നടത്തുന്നു. നിരാമയ എന്നാണ് BJP നേതാവിൻ്റെ കമ്പനി ഇത് വാങ്ങുന്നു. ഇപ്പോൾ റെയ്ഡും ഇല്ല, ഒരു പ്രശ്നമില്ല. ഒരിക്കലും ED നോട്ടീസ് അയച്ചില്ല. ആദ്യത്തിലെ ED നോട്ടീസ് അയച്ചു. ED പ്രാഥമിക അന്വേഷണത്തിന് നോട്ടീസ് അയച്ചു. അപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ടിലെ പാറ്റേൺ ഇതിലും ബാധകമാക്കുകയാണെങ്കിൽ ഈ കോൺഗ്രസിൻ്റെ ആക്ഷേപം ശരിയായി വരികയാണ്. അത് രാഷ്ട്രീയ ആരോപണമാണ്. സതീശൻ എന്താണെന്ന് പറഞ്ഞാൽ പോയി കേസ് കൊടുക്കുക, ഞാൻ തെളിവ് കൊണ്ടുവരാമെന്നാണ് പറയുന്നത്. ഇത് ശരിക്കും EP ഊരാക്കുടുക്കി പുലിവാല് പിടിച്ച ഒരവസ്ഥയാണ്. EP മാത്രമല്ല, പാർട്ടിയും മുന്നണിയും പുലിവാല ആവുകയാണ്. EP-ക്ക് എത്ര ഉണ്ട് പുലിവാലാവുക? EP ഒന്നേ പറഞ്ഞിട്ടുള്ളൂ. EP പറഞ്ഞതും സത്യമാണ്, സതീശൻ പറഞ്ഞതും സത്യമാണ്. EP പറഞ്ഞത് എനിക്ക് ബിസിനസ് ബന്ധമുണ്ടെങ്കിൽ അത് തെളിയിച്ചാൽ ഞാൻ ആ ബിസിനസ് മുഴുവൻ കൊടുക്കാമെന്നാണ്. മൂപ്പർക്കുണ്ടോയെന്ന് ചോദിച്ചാൽ മൂപ്പര് EP പറഞ്ഞ പോലെ മൂപ്പർക്കില്ലല്ലോ. മൂപ്പര് ഭാര്യയ്ക്കും മകന് കുറച്ചും ഉള്ളൂ. ഇത് സത്യത്തിൽ ഇത് മറ്റേതിൻ്റെ തുടർച്ച തന്നെയാണ് കേട്ടോ. അത് കാവുമ്പായി ആണെങ്കിൽ ഇത് മൊറായ ഉടുപ്പംകുന്നിലാണ് ഈ സ്ഥാപനം. സത്യത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ ടൂറിസം മന്ത്രി കൂടെ ഒന്ന് സഹായിച്ചാൽ, മൂപ്പർ കൂടെ ഒന്ന് നന്നായിട്ട് കണ്ണുവച്ചാൽ ഇതിനെ ഈ ആരോഗ്യ ടൂറിസം മാത്രമല്ല പൊളിറ്റിക്കൽ ടൂറിസം കൂടെ ആക്കി മാറ്റാവുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് ടൂറിസം ആക്കി പ്രഖ്യാപിക്കാവുന്നൊരു സംഭവമാണ് ഇത്. കേരളത്തിലെ മ്യൂസിയം അല്ല, മ്യൂസിയം അല്ല, ഇത് ടൂറിസം തന്നെ. എന്താ വെച്ചാൽ ഏറ്റവും കണ്ണായ സ്ഥലത്ത്, കേരളത്തിൽ ഒരുപക്ഷെ ലോകത്ത് ഇന്ന് നിലനിൽക്കുന്നതിൽ ഏറ്റവും സുരക്ഷിതമായ പാർട്ടി ഗ്രാമത്തിലാണ് ഈ കുന്നുള്ളത്. മൊറാഴയിലുള്ള ഉടുപ്പംകുന്ന് എന്ന് പറഞ്ഞ ഉടുപ്പംകുന്നിലാണ് ഈ സ്ഥാപനം. ഇത് സത്യത്തിൽ ഒരു ആരംഭിക്കുന്നത് ഒരു പാർട്ടി കേസോട് കൂടിയിട്ടാണ്. ഒരു പാർട്ടി കേസിൽപ്പെട്ടിട്ട് ഒരാൾ ജയിലിൽ പോകുന്നു. കണ്ണൂർ ജില്ല ഒരു രാഷ്ട്രീയ ആക്രമണ കേസിൽപ്പെട്ടിട്ട് ഒരാൾ കണ്ണൂർ ജില്ലാ ജയിലിലെത്തുന്നു. അയാളുടെ പേര് മാവേലി സുധാകരൻ എന്നാണ് പാർട്ടി ഇതുകളിൽ അറിയപ്പെടുന്നത്, പാർട്ടി കേന്ദ്രങ്ങളിൽ അറിയപ്പെടുന്നത്. അങ്ങനെ മാവേലി സുധാകരൻ ചിലപ്പോൾ കുറച്ച് വർഷങ്ങളൊക്കെ അവിടെ കിടക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ മൂപ്പര് നല്ലവണ്ണം മർദ്ദനം ഏറ്റിട്ടുള്ള ആളുമാണ്. അങ്ങനെ ജയിലിൽ വെച്ചിട്ടൊരാൾ മൂപ്പരെ ഇത് പഠിപ്പിക്കുന്നു. ഈ ഇത്തരം ഇടിവ്, ചതവ് തുടങ്ങിയ സംഭവങ്ങളിൽ പരിക്കേറ്റാൽ ചെയ്യേണ്ട ചികിത്സ മൂപ്പരെ പഠിപ്പിക്കുന്നു. അവിടുന്ന് മൂപ്പര് നന്നായിട്ട് പഠിച്ചു വരുന്നു. അത് കുറച്ച് വർഷങ്ങൾ, 3-4 വർഷങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വന്നതാണ്. അത് പഠിപ്പിച്ച ആളും കാര്യമായിട്ട്
പഠിപ്പിച്ചു. മാവേലി സുധാകരനും അത് കാര്യമായിട്ട് പഠിച്ച് തിരിച്ചു വന്നിട്ട് മൂപ്പര് തിരിച്ച് ജയിലിൽ നിന്ന് ഇറങ്ങി പുറത്ത് വന്നിട്ട് പിന്നെ മൂപ്പര് മറ്റേ പരിപാടിക്കല്ല പോയത്. മൂപ്പര് പാപ്പിനിശ്ശേരിയിൽ ഒരു സ്ഥാപനം സ്ഥാപിക്കുന്നു. കളരി പോലെ ഈ പിന്നെ ഇടിവ്, ചതവ് തുടങ്ങിയ സാധനങ്ങൾക്കുള്ള മർമാണി ചികിത്സ അല്ലെങ്കിൽ ആയുർവേദ ചികിത്സ പോലത്തെ സംഗതികളൊക്കെ കൂട്ടിയിട്ടുള്ള ഇതിനുള്ള ശരീരം സുഖപ്പെടുത്തലും ശരീരം മെച്ചപ്പെടുത്തലും ഒക്കെ ഇതിൻ്റെ ഈ കേട് തീർക്കുന്ന ചികിത്സ തുടങ്ങുന്നു. ഇതിന് നന്നായിട്ട് ആൾക്കാർ വരാൻ തുടങ്ങി എന്ന് മാത്രമല്ല രാഷ്ട്രീയ നേതാക്കളൊക്കെ വരാൻ തുടങ്ങി. ഇടയ്ക്ക് ഒരു സിനിമാ താരം, ഒരു പിന്നെ സ്ത്രീയായിരുന്നു, ഒരു വനിത, ഒരു സിനിമാ താരം, ഒരു ചെറുപ്പക്കാരിയല്ല സിനിമാ താരം കൂടെ ചെന്നു. അതോടുകൂടി ഇതിന് ഭയങ്കര പേരും പ്രശസ്തിയൊക്കെ ആയിട്ട് ഇതൊരു വളരെ തരക്കേടില്ലാതെ നടന്നു പോകുന്നൊരു സ്ഥാപനമായിട്ട് നടന്നു. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ EP ജയരാജേട്ടനും ചികിത്സയ്ക്ക് ചെല്ലാൻ തുടങ്ങി. മൂപ്പർക്ക് ഏതാണ്ട് ഒരു 2-3 വർഷത്തോളം മൂപ്പര് തുടർച്ചയായിട്ട് രാവിലെ 1 മണിക്കൂർ ഇവിടെ സുധാകരൻ്റെ അടുത്ത് ചെന്നിട്ട് സമയം ചിലവഴിച്ചിട്ട് മൂപ്പർക്ക് നന്നായിട്ട് വേദനയും മൂപ്പർക്ക് വെടിയുണ്ടായിട്ട് ജീവിക്കുന്ന നേതാവാണല്ലോ. മൂപ്പർക്ക് സ്വാഭാവികമായിട്ടും മൂപ്പർക്ക് ഇങ്ങനത്തെ ഒരു ചികിത്സ വേണ്ടി വരും. പിന്നെ മൂപ്പരും ഏതാണ്ട് ഒരു 1.5 വർഷത്തിലധികം, ചിലർ 2 വർഷം എന്ന് വരെ പറയുന്നുണ്ട്, തുടർച്ചയായിട്ട് ഇയാളുടെ ദിവസവും രാവിലത്തെ ഒരു ക്ലൈൻറ്റുമായിരുന്നു സുധാകരൻ. രാവിലെ ഒരു 1.5 മണിക്കൂർ അവിടെ ആയിരിക്കും. അവിടെ പോയി ഇതൊക്കെ കഴിഞ്ഞ് വന്ന് തിരിച്ചു വന്ന് ചുടുവെള്ളത്തിൽ കുളിച്ച ശേഷമാണ് പിന്നീട് മൂപ്പര് ഈ പുറത്തേക്ക് ഇറങ്ങൽ. അപ്പം ഈ സംഗതിക്കിടയിൽ പിന്നെ ഈ മാവേലി സുധാകരൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവമാണിത്. ഇങ്ങനത്തെ ഒരു സ്ഥാപനം സ്ഥാപിച്ചാൽ അതിഭയങ്കരമായ സ്കോപ്പുള്ളൊരു സംഭവമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉയർന്നു വരുന്നൊരു സംഗതിയാണ്. ഇതിൻ്റെ രജിസ്ട്രേഷൻ സമയത്ത് പാപ്പിനിശ്ശേരിയിലുള്ള മാവേലി സുധാകരൻ്റെ സ്ഥാപനമായിരുന്നു പിന്നെ വൈദേഹിയുടെ ആദ്യത്തെ രജിസ്ട്രേഷൻ അഡ്രസ്സ് വെച്ചിരുന്നത്. ഈ പറയുന്ന മാവേലി സുധാകരൻ ഇപ്പോഴും വൈദേഹത്തിൽ ജോലിയുള്ള ആളുമാണ്. അത് അങ്ങനെ തന്നെ വളർന്നു വന്നൊരു സ്ഥാപനമാണ്. അത് പുറമേ നിന്നുള്ളവർ ആരും അത് പുറമെ നിന്നുള്ളവർ ആരും ചേർന്നിട്ടില്ല, ഞങ്ങൾ തന്നെ സ്ഥാപിച്ചതാണെന്നാണ് കൃത്യമായിട്ട് പറയേണ്ടത്. അങ്ങനെ തന്നെയാണ് ഇത്. പിന്നെ മൊറാഴ പോലത്തെ അടിയും ഇടിയൊക്കെ നടന്നൊരു സ്ഥലത്ത്, അത്രയും വലിയ പിന്നെ ഏറ്റുമുട്ടലുകൾ നടന്ന സ്ഥലത്ത് ഏറ്റുമുട്ടലുകളിൽ നിന്നുള്ള പിന്നെ ഇതിന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥാപനം സ്ഥാപിച്ചിട്ട് ഇത്രയും വലിയൊരു പാർട്ടി ഗ്രാമത്തിൻ്റെ നടുവിൽ ഇങ്ങനത്തെ ഒരു റിസോർട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്കും പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് ടൂറിസം പദ്ധതിയായി പ്രഖ്യാപിക്കേണ്ടതാണ്. അതാണ് പിന്നെ LDF കൺവീനറായിരിക്കെ LDF സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുക ചെയ്യേണ്ടതെന്നാണ് ശരിയായ രാഷ്ട്രീയ ചരിത്രം. രാജീവ് ചന്ദ്രശേഖരൻ്റെ ലിങ്കാണ് പുതിയ പ്രശ്നം. രാജീവ് ചന്ദ്രശേഖരൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞാൽ അത് മൂപ്പരുടെ സ്ഥാപനം തന്നെ പറഞ്ഞല്ലോ, ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ഥാപനമാണ്. വിജയകരമായി നടക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഇത് വർദ്ധിപ്പിക്കുക, അതിൻ്റെ ലാഭം പങ്കുവെക്കുക എന്നുള്ളതാണ് അവരുടെ രീതി. അങ്ങനെ തന്നെയാണല്ലോ അവർ ഏഷ്യാനെറ്റിൽ എത്തിപ്പെട്ടത്. EP-നകത്ത് ഇനി മറുപടി പറയേണ്ടി വരും. EP-യുടെ മറുപടി വളരെ കൃത്യമായ മറുപടി, സത്യസന്ധമായ മറുപടിയാണ്. EP-ക്ക് പിന്നെ EP-ക്ക് രാജീവ് ചന്ദ്രശേഖരനുമായിട്ട് ബിസിനസ് ബന്ധമുണ്ട് എന്ന് തെളിയിച്ചാൽ ആ ഉള്ള ബിസിനസ് കൊടുക്കാം എന്നാണ് പറഞ്ഞത്. EP-ക്ക് ഉണ്ട് എന്ന് തെളിയിക്കാൻ വിഷമായിരിക്കും. അപ്പോൾ കോൺഗ്രസ് ഒരു വെറും ആരോപണമല്ല ഉന്നയിച്ചതിൽ കഴമ്പുണ്ട്, കാര്യമുണ്ട് എന്ന് കൂടി മനസ്സിലാവുകയാണ്. ഇതിനെ എങ്ങനെ EP-യും CPM-ഉം ഇനി ഭാവിയിൽ നേരിടുമെന്നുള്ളതും കൂടിയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്.